ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നുള്ളത് നമ്മൾ കിച്ചണിലല്ല, പുറത്ത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയല്ല, കക്കാടംപൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടുള്ളത്. അവിടെ റിസോർട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇന്നും കുക്കിംഗ് തന്നെയാണ്. പിന്നെ നമ്മൾ മാത്രമല്ല ഉള്ളത്, ഇക്കാന്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാമാണ് കേട്ടോ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രമല്ല, ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിച്ചണിൽ വെച്ചിട്ടല്ല കേട്ടോ, ഇവിടെ പുറത്ത് ഗ്രില്ലൊക്കെ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ്. റിസോർട്ട് നല്ല അടിപൊളിയാട്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് കാണാം. നമ്മള് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ള ഫാമിലീസിനെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നജീബൊക്കെ ഉണ്ട്, അതേമാതിരി ഫഹീമുണ്ട്, അവരെ ഭാര്യമാരും ഉണ്ട് അല്ലേ. അപ്പം നമ്മളിന്നിങ്ങനെ ഒരുമിച്ചൊരു ഫംഗ്ഷന് കൂടിയെടുക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്. അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള ചെറിയൊരു അൽഫാം വെപ്പലാണ് ഇവിടെ പണി അല്ലേ. അങ്ങനെ കേസ് ഞങ്ങൾ ഇതാ ചിക്കനൊക്കെ ക്ലീൻ ആക്കിട്ടോ. ഞങ്ങൾ ഒരു ചിക്കനായിട്ടോ വാങ്ങിയിട്ടുള്ളൂ. അതായത് ഞങ്ങൾ 3 ഫാമിലി മാത്രമേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ ഈർക്കിളിനോടൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിട്ടോ, പക്ഷെ അത് നടന്നില്ല. ഫോർക്ക് എടുക്കാൻ ഞങ്ങൾ മറന്നും പോയി. പിന്നെ ഞങ്ങൾ കത്തി കൊണ്ട് തന്നെ നല്ലോണം വരഞ്ഞു കൊടുത്ത്. പിന്നെ ഞങ്ങളിത് ഭയങ്കര സിമ്പിളായ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു അൽഫാം മസാല ഞങ്ങൾ വാങ്ങിനി, അതും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും. പിന്നെ ഞങ്ങളൊരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറേയൊന്നും ഇട്ടിട്ടില്ല, ഒരു ഇത്തിരി ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച്, അങ്ങനെ ലാസ്റ്റ് തൈരും കുറച്ച് ഒഴിച്ച് ഞങ്ങളതൊന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ ഞങ്ങളൊരു ട്രെക്കിങ്ങിന് കയറാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും അങ്ങനെ മലയും കുന്നൊക്കെ കയറി ഞങ്ങളാകെ ക്ഷീണിച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കക്കാടംപൊയിൽ വന്നത്. അതായത് എൻ്റെ വീടിന് അടുത്താണ്, പക്ഷെ അടുത്തുള്ള സ്ഥലം ഇതുവരെ കണ്ടില്ല. അപ്പോൾ മോളെ കൂട്ടിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ഇത്. കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആദ്യമായിട്ടാട്ടോ. പിന്നെ ഓള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഇതാ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ പോവാണ് കേട്ടോ. അതായത് ഫുഡ് നമ്മൾ അൽഫാം നേരത്തെ മസാല ആക്കി വെച്ചതല്ലേ, അപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ ആയി സെറ്റായിട്ടുണ്ടാവും ഇപ്പോൾ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയത് അൽഫാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സെറ്റായി വന്നേ. പിന്നെ അടുപ്പും കരിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്രില്ല് നമ്മൾ എക്സ്ട്രാ കയ്യിൽ കരുതിയായിരുന്നു കേട്ടോ. അതായത് അപ്പോൾ അവിടെ ഒന്നുണ്ടായിന്, അപ്പോൾ ഒരു കോഴി ഫുള്ള് ആ ഒരു ഇതിൽ തന്നെ പോയി. അങ്ങനെ അത് അൽഫാമൊക്കെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടുത്തെ ഗാർഡൻ വന്നിട്ട് ചതുരപ്പുളി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഓല് അത് പറിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഒരു കാട്ടുക്കാണ് കേട്ടോ ഓല് അത് പറിക്കാൻ പോണത്. അപ്പോൾ ഓല് വരുമ്പോഴത്തേന് ഏകദേശം അൽഫാമൊക്കെ റെഡി ആവും. അപ്പം ഞങ്ങളിതാ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നെയ്യ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രഷിൽ.
അപ്പോൾ നമ്മൾ ടേബിളിലൊന്നല്ല ഇട്ടിരിക്കുന്നത്, അവിടെ നല്ല പുല്ലില്ല നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ വാഴൻ്റെലൊക്കെ വെട്ടി അതിലാണ് ഇട്ടതൊക്കെ സെർവ് ചെയ്ത് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയോണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുനിന്നിട്ട് ആരും കാണാതെ ഒരു പീസ് എടുത്ത് ഞാൻ കഴിക്കും ചെയ്തിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. പിന്നെ ഈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ വാങ്ങിയതല്ല കേട്ടോ, അതൊക്കെ ഇവിടെ നിന്ന് പറിച്ചതാണ്. അതായത് ആപ്പിൾ ചാമ്പക്ക ഉണ്ട്, പിന്നെ അങ്ങനെ പലതരം ചാമ്പക്കകളും ചതുരപ്പുളിയൊക്കെ ഉണ്ട്. ഈ ചതുരപ്പുളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ അൽഫാമ് മാത്രമേ കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പേർക്ക് നമുക്ക് ഒരു ചിക്കൻ മാത്രം മതിയാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണതിനോട് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും നല്ല കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്നാമത് പോണതിൻ്റെ മുന്നേ തന്നെ ഉച്ചയ്ക്ക് അതിനെ മസാല ആക്കി സെറ്റാക്കി വെച്ചുകൊണ്ട് നമ്മൾ വരുമ്പോഴത്തേന് ചിക്കനിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു നൈറ്റ് കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. ഇതൊരു വീട് പോലെയാണ്, നല്ല അടിപൊളിയാണ്. നമ്മൾ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. പിന്നെ നല്ല കിളികളെ സൗണ്ടും പിന്നെ ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് ചാടുന്ന സൗണ്ടും പിന്നെ ഒരു നാച്ചുറൽ കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.